നമസ്കാരം. അങ്ങനെ സഖാവ് അഭിലാഷിനെയും പാർട്ടി കൈയൊഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടെന്ന് തോന്നിയാൽ അത് എത്ര വലിയ സഖാവാണെങ്കിൽ പോലും അയാളെ പാർട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞ് പാർട്ടി മുഖം രക്ഷിച്ചോണം എന്നുള്ള നിർദ്ദേശം അതേപടി നടപ്പിലാക്കിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPM ലോക്കൽ സെക്രട്ടറി PV സത്യനാഥന്റെ കൊലപാതകത്തിലെ പ്രതിയായ അഭിലാഷിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KM ഷാജി നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അത് വലിയ ചർച്ചയായി. അതായത് പാർട്ടി ആദ്യം ഓരോരുത്തർക്കും കൊലപാതകം നടത്താനുള്ള ധൈര്യവും പിന്തുണയും നൽകും. പിന്നീട് അയാൾ പാർട്ടിക്ക് വേണ്ടി ആരെയെങ്കിലുമെല്ലാം കൊല്ലും. അവസാനം ഇത് ഒരു കേസാവുകയും ആ കേസിൽ തെളിവായി ഇയാൾ വരികയും ചെയ്യുകയാണെങ്കിൽ ആ തെളിവ് നശിപ്പിക്കാൻ പാർട്ടി ആ പാർട്ടിക്കാരനെ തന്നെ തീർക്കുന്ന ഒരു രീതിയുണ്ട്. അത് പാർട്ടിയുടെ ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മറ്റൊരു രീതിയാണ്. അയാൾ ഞങ്ങളുടെ ആളല്ലെന്ന് പറഞ്ഞ് തലയൂരുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നൽകാൻ തയ്യാറെന്ന് പറഞ്ഞു വന്ന ആകാശ് തില്ലങ്കേരിയെ പോലും പാർട്ടി കൈവിട്ടത് നാം എല്ലാം കണ്ടതാണ്. പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും ചെയ്യാനിറങ്ങുന്ന മിക്കവർക്കും ഇത് തന്നെയാണ് ഗതി എന്നതാണ് വാസ്തവം. അത് തന്നെയാണ് ഇപ്പോൾ സഖാവ് അഭിലാഷിനും സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിക്ക് മോശമാകുന്ന രീതിയിൽ ഇയാൾ പ്രവർത്തിച്ചു എന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഈ പ്രതിയെ പാർട്ടി 7 വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയതാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും സംഭവത്തിന് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. സത്യനാഥിന്റെ വേർപാടിൽ പാർട്ടി പ്രവർത്തകരുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിലും രോഷത്തിലും CPI സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് സമാധാനം നിലനിർത്താൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സംയമനത്തോടെ ഇടപെടണം. ധീരനായ കമ്മ്യൂണിസ്റ്റ് പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു MV ഗോവിന്ദൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു തലയൂരൽ നടപടിയാണ് ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. അതിനിടയിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഈ അഭിലാഷിനെ പാർട്ടി 7 വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയെന്ന്. അതിനർത്ഥം ഈ പാർട്ടിയിലുള്ളവരെല്ലാം, അതായത് ഇപ്പോൾ ഉള്ളവരെല്ലാം മാന്യന്മാരാണ് എന്ന് കൂടെയാണ്. യാതൊരുവിധ തെറ്റുകുറ്റങ്ങളും ചെയ്യാത്തവരാണ് ഇപ്പോൾ CPM ഉള്ളത് എന്നൊരു കാര്യം വരുത്തി തീർക്കാനായിരുന്നു ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചത്. എന്നാൽ അത് അങ്ങനെ തന്നെയാണോ എന്നത് പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകം. ആയുധങ്ങളുമായി കരുതിക്കൂട്ടിയെത്തിയ പ്രതി സത്യനാഥനെ ക്ഷേത്ര വളപ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു. പൊതുജനങ്ങളുടെ ആകെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തിരുന്ന പാർട്ടിയുടെ വളർച്ചയ്ക്കായി പൊരുതുകയും ചെയ്തിട്ടുള്ള ഉത്തമനായ കമ്മ്യൂണിസ്റ്റും മികച്ച പാർട്ടി പ്രവർത്തകനുമായിരുന്നു ഇയാളെന്നാണ് പലരും പറയുന്നത്. CPIM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥാണ് മരിച്ചത്. സംഭവത്തിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്.